أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا فشيبة يخلق ما يشاء وهو العليم القدير. قال الله عز وجل: نعمتان مغبون فيهما كثير من الناس الصحة والفراغ أو كما قال رسول الله. ഏതാനും വാക്കുകൾ സന്ദർഭത്തിനനുസരിച്ച് എൻ്റെ യുവാക്കളുമായി പങ്കുവെക്കാനാണ് ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെന്ന് ഞാൻ പറയുമ്പോൾ യുവതികളും ഇവിടെ ഉദ്ദേശമുണ്ട്. സംബോധന പലപ്പോഴും യുവാക്കളോടാകും. വിശുദ്ധ ഖുർആൻ്റെയും സംബോധനയുടെ ശൈലി ആണുങ്ങളോടാണ്. പെണ്ണുങ്ങൾ ആ കൂട്ടത്തിൽ കൂട്ടുകയാണ് പലയിടത്തും. അതുകൊണ്ട് യുവാക്കളെ എന്ന് ഞാൻ സംബോധന ചെയ്യുമ്പോൾ യുവതികളും ആ കൂട്ടത്തിൽ അവരെ കൂടി ഉൾക്കൊണ്ട് മനസ്സിലാക്കുകയും യൗവനം എന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹമാകുന്നത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് കൂടിയാണെന്ന് എൻ്റെ പെങ്ങന്മാർ, സഹോദരിമാർ മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് വളരെ മഹത്തായ ഒരനുഗ്രഹമാണ്. ഈ അനുഗ്രഹം ലഭിക്കാത്തവരായി സമൂഹത്തിൽ കൂടുതൽ പേരില്ല. അപൂർവം ചിലർക്ക് മാത്രമേ യൗവനം വാർദ്ധക്യ സഹജമായ ക്ഷീണവും ദൗർബല്യങ്ങളും നിറഞ്ഞതായി അനുഭവപ്പെടാറുള്ളൂ. മിക്ക മനുഷ്യർക്കും അവർ ജനിച്ച് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം, സുദീർഘമായ വേള യൗവനം തന്നെയാണ്. വളരെ ചെറുപ്പത്തിലുള്ള ബാല്യം കഴിഞ്ഞ് യൗവനത്തിൽ പ്രവേശിച്ച് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ദശകൾ നാം വീക്ഷിക്കുകയാണെങ്കിൽ, വിലയിരുത്തുകയാണെങ്കിൽ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന യൗവനത്തിൻ്റെ ദശയാണ് ഏറ്റവും സുദീർഘമായി നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത് എന്ന് നാം ഓർക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ ജീവിത ദശകളെ വിശുദ്ധ ഖുർആനിലൂടെ പലയിടത്ത് അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഒരായത്ത് ഞാൻ ഓതി വെച്ചു. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദുഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ദുഅഫിൻ ഖുവ്വ ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ കഴിവും അല്ലാഹു ചെയ്ത പ്രവൃത്തിയും എടുത്തു പറയുകയല്ല, അതിലുപരിയായി അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം, നമ്മെ സംബന്ധിച്ച് അല്ലാഹു തആല നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദശയെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയുമാണ്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദുഅഫിൻ, ദുർബലാവസ്ഥയിൽ നിന്നും നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലാവസ്ഥയെ പല നിലയ്ക്ക് വ്യാഖ്യാനിച്ചു നമുക്ക് മനസ്സിലാക്കാം. മറ്റു പല ആയത്തുകളെ കൂട്ടി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പറയപ്പെടാത്ത ഒരവസ്ഥ മനുഷ്യരിലൊക്കെയും കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം മണ്ണിലും വെള്ളത്തിലും കുഴഞ്ഞു കിടന്ന ദുർഗന്ധം വമിക്കുന്ന മിൻ ഹമഇൻ മസ്നൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരവസ്ഥയിൽ നിന്നാണ് കടന്നു വന്ന് മനുഷ്യരൂപത്തിലും മനുഷ്യ സൃഷ്ടിപ്പിലും എത്തിയതെങ്കിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ സഹധർമ്മിണി നമ്മുടെ ഉമ്മ ഹവ്വാ റളിയല്ലാഹു അൻഹ ആദം നബിയുടെ വാരിയല്ലിന്റെ ഒരു വളഞ്ഞ അസ്ഥിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട രൂപത്തിലാണ് തന്റെ മനുഷ്യരൂപം പ്രാപിച്ചതെങ്കിൽ അവിടെ നിന്നിങ്ങോട്ടുള്ള സകല മക്കളും സകല മനുഷ്യരും ഏറ്റവും ദുർബലമായ, ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും അംഗീകരിക്കാനും എടുത്തു പറയാനും പറ്റാത്ത ദുർബലാവസ്ഥയിൽ നിന്നു തന്നെയാണ് മനുഷ്യക്കുഞ്ഞായി വളർന്നു വരുന്നതെന്ന് നമ്മളൊക്കെയും നമ്മെക്കുറിച്ച് ഓർത്താൽ ബോധ്യപ്പെടും. വരുന്ന കാലത്ത് നമുക്കറിയില്ലെങ്കിലും നമുക്ക് നമ്മൾ ജന്മം നൽകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് ഓർക്കാം. ലം യകുൻ ശൈഅൻ മദ്കൂറ, പറയപ്പെടുന്ന ഒന്നാകാത്ത ഒരവസ്ഥ മനുഷ്യനിൽ വന്നുപോയില്ലയോ എന്ന് അല്ലാഹു എത്രയോ സ്ഥലങ്ങളിൽ അനുസ്മരിക്കുന്നുണ്ട്. ഭാഷ മാറിയാണെങ്കിലും അല്ലാഹു ഉപയോഗപ്പെടുത്തുന്നത് മിൻ നുതുഫത്തിൻ, ശുക്ലം,
അറക്കുന്ന വസ്തു. ഇത് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ സ്വഹാബത്തിനെ ധരിപ്പിച്ചത് തന്റെ ഉമിനീര് തന്റെ വലത് കൈയിലേക്ക് എടുത്തുകൊണ്ട് സ്വഹാബത്തിന്റെ മുമ്പാകെ കാണിച്ചാണ്. ഇതിൽ നിന്നാണ് നിങ്ങളുടെ ജനനമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിക്കുമ്പോൾ പ്രാക്ടിക്കലായി പ്രായോഗികമായി അല്ലാഹുവിന്റെ റസൂലിനെ ശരിക്കും റസൂലിന്റെ സ്വഹാബത്തിനെ നബി തങ്ങൾ ശരിക്കും പഠിപ്പിക്കുകയായിരുന്നു. ഇത്തരം ഒരു ജലത്തിൽ നിന്നാണ്, ഇത്തരം ഒരു മലിന വസ്തുവിൽ നിന്നാണ് നമ്മൾ ഉണ്ടായി തീർന്നതെന്ന്. ഇത് നമ്മുടെ ഒരു ദുർബലാവസ്ഥയാണ്. ഇനി ആ അവസ്ഥ കഴിഞ്ഞ് മനുഷ്യ ശിശുവായി നമ്മൾ രൂപപ്പെട്ടുവെന്ന് സങ്കല്പിക്കുക. മനുഷ്യ ശിശുവായി രൂപപ്പെട്ടാലും സാധാരണ അല്ലാഹു തആലാന്റെ സൃഷ്ടികളെ പോലെയല്ല. എല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കഴിവുകെട്ട വളരെ മോശപ്പെട്ട ദുർബലനായാണ് മനുഷ്യൻ പിറക്കുന്നത്. മറ്റെല്ലാ ജീവികളും അവക്ക് നൈസർഗികമായി എന്തെല്ലാം വാസനകളും കഴിവുകളുമുണ്ടോ അതൊക്കെ അല്പസ്വല്പമെങ്കിലും പ്രകടിപ്പിക്കും ജനിച്ചു വരുന്ന സമയത്ത്. മുട്ടയിൽ നിന്ന് വിരിയുന്ന ജീവികൾ അങ്ങനെ, അല്ലാതെ തന്നെ നമ്മെപ്പോലെ പ്രസവിക്കപ്പെടുന്ന ജീവികൾ ഇങ്ങനെ. ഏത് തരം ജീവികൾ പരിശോധിച്ചാലും മനുഷ്യരല്ലാത്ത ജീവികളൊക്കെയും അവക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സിദ്ധികളും അവക്ക് അല്ലാഹു നൽകുന്ന രൂപങ്ങളുമൊക്കെ ഏതാണ്ട് ഒരർത്ഥത്തിൽ ബാല്യകാലത്തും ചെറുകാലത്തും പ്രസവിക്കപ്പെട്ട ഉടനെയും ജനിച്ച ഉടനെയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. തിന്നാൻ കഴിയും, നടക്കാൻ കഴിയും, ഓടാൻ കഴിയും, പറക്കേണ്ടവർക്ക് ചിലപ്പോൾ പറക്കാനും കഴിയും. ഈ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മിക്ക സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നത്. എന്നാൽ അവയെ ഒക്കെ നിയന്ത്രിക്കുന്ന അല്ലാഹുവിന്റെ ലോകത്തെ സൃഷ്ടികളിൽ ഉദാത്തരായ മലക്കുകളെ പോലും വെല്ലുന്ന സൗഭാഗ്യവും സ്ഥാനവും അല്ലാഹു തആല കനിഞ്ഞേകിയിട്ടുള്ള മനുഷ്യ മക്കൾ അവർക്ക് യാതൊന്നിനും കഴിവില്ലാത്തവരായി കയ്യിറുകെ പിടിച്ച് കരഞ്ഞുകൊണ്ട് മാത്രം ജനിക്കുന്ന നമ്മുടെ ദുർബലാവസ്ഥ, ശൈശവദശയിലെ കുഞ്ഞുകാലത്തെ മാതാവിന്റെ അമ്മിഞ്ഞപ്പാലും മുലയും കുടിച്ചുകൊണ്ട് മാത്രം വളരുന്ന അവസ്ഥയിൽ നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ ദുർബലാവസ്ഥ നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ ശൈശവദശയിലെ ഒന്നിനും കഴിയാത്ത ആ ദുർബലാവസ്ഥയിലോ അല്ലെങ്കിൽ ശിശുവായി തീരുന്നതിന് മുൻപ് മാതാവിന്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ദുർബലാവസ്ഥയോ, ഏത് ദുർബലാവസ്ഥ പരിശോധിച്ചാലും നമ്മുടെ തുടക്കം ദുർബലമായ ഒരവസ്ഥയാണ്, പതിതാവസ്ഥയാണ്. അല്ലാഹു പറയുന്നു, ഖലഖക്കും മിൻ ദുഅഫിൻ, ഈ ദുർബലാവസ്ഥയിൽ നിന്നും നിങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചു. സുമ്മ ജഅല മിൻ ബഅദി ദുഅഫിൻ ഖുവ്വ, ഈ ദൗർബല്യത്തിനു ശേഷം നിങ്ങൾക്ക് അല്ലാഹു തആല സകല സിദ്ധികളുമുള്ള നല്ല ശക്തിയുടെ അവസരം നൽകി, ബലവത്തായ അവസരം നൽകി, ഏറ്റവും കഴിവുള്ള അവസരം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന യൗവനം. യൗവനം എന്ന് പറഞ്ഞ പദമല്ല അല്ലാഹു ഇവിടെ ഉപയോഗിച്ചത്. യൗവനം എന്ന പദത്തിന് അറബിൽ ശബ്ദമുണ്ട്. അറബ് വാക്യത്തിനൊക്കെ ഉണ്ടല്ലോ. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഏത് വാക്യത്തിനും അറബിൽ വാക്യമുണ്ട്. അപ്പൊ യൗവനം, യുവത്വം എന്ന് പറഞ്ഞതിനും അറബിൽ വാക്യമുണ്ട്. മലയാളത്തിൽ ഉപയോഗിക്കുന്നതിലും കൂടുതൽ വാക്യമുണ്ട് യൗവനത്തിന്റെ വിവിധ ദശകൾ വിവരിക്കാൻ വിശുദ്ധ ഖുർആന്റെ ഭാഷയായ അറബി ഭാഷയിൽ. അതല്ല ഇവിടെ അല്ലാഹു ഉപയോഗിക്കുന്നത്. ഖുവ്വ, ശക്തിയുടെ ഒരവസരം. എന്തു ശക്തിയാണോ മനുഷ്യൻ നേടുന്നതെങ്കിൽ ആ ശക്തി മുഴുവനുമുള്ള ഒരവസരം, ആ അവസരം നിങ്ങൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ചു. ഈ അവസ്ഥയെയാണ് ഖുർആൻ വ്യാഖ്യാതാക്കളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും യുവത്വമെന്നും യൗവനമെന്നും വിവരിച്ചത്. ശൈശവാവസ്ഥ കഴിഞ്ഞ് ബാല്യാവസ്ഥ കഴിഞ്ഞ് നമ്മൾ കഴിവുറ്റവരായിത്തീരുന്ന അവസ്ഥ യൗവനാവസ്ഥയാണ്. ഈ യൗവനാവസ്ഥയ്ക്ക് ശേഷം അല്ലാഹു വിവരിക്കുന്നു, സുമ്മ ജഅല മിൻ ബഅദി ദുഅഫിൻ ഖുവ്വ, സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ദുഅഫൻ വശൈബ. ഈ ശക്തിയുള്ള അവസരം കഴിഞ്ഞിട്ട് പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലാക്കുന്നു ദുഅഫൻ, ദുർബലാവസ്ഥ. അത് പണ്ടത്തെ ദുർബലാവസ്ഥയല്ല, വശൈബ, നരച്ച് കുമ്പളങ്ങയാവുന്ന അവസ്ഥ, വാർദ്ധക്യ സഹജമായ ദൗർബല്യങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുന്ന അവസ്ഥ, നിങ്ങളുടെ കൈകാലുകളുടെ സിദ്ധികൾ നഷ്ടം വരുന്ന അവസ്ഥ, കണ്ണിനും കാതിനും ദൗർബല്യം പിടിപെടുന്നതായ അവസ്ഥ. ഈ അവസ്ഥ വീണ്ടും അല്ലാഹു തആല നിശ്ചയിച്ചു. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതൊക്കെയും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അങ്ങനെ നിങ്ങളെയും അവൻ ഇക്കോലത്തിൽ പല ദശകളിലൂടെ നടത്തിക്കൊണ്ടുപോയി വളർത്തിക്കൊണ്ടുവന്നു. വഹുവൽ അലീമുൽ ഖദീർ, നിങ്ങളുടെ ഓരോ ദശകളും പിന്നിടുമ്പോൾ ആ ദശകളുടെ കഴിവിനെ സംബന്ധിച്ചും അക്കഴിവ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലാഹു അറിയുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ദശയിലും നിങ്ങളെ ആര്